Hi friends, എല്ലാവർക്കും നഴ്സിംഗ് ആസ്പിറൻസ് ടു ലേൺ നഴ്സിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒപ്പം തന്നെ കുറച്ച് MCQs കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഓൾറെഡി നിങ്ങൾ എല്ലാവരും പലതരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനും സ്റ്റേറ്റ് ലെവൽ എക്സാംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ്. എല്ലാവരും നന്നായിട്ട് തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു ബ്രേക്ക് വരുത്താതിരിക്കുക. അപ്പം തന്നെ ഏതെങ്കിലും എക്സാംസ് വരുമ്പോഴത്തേക്ക്, അതായത് അടുത്ത് വരുന്ന ഏത് എക്സാംസ് ആയാലും എന്താ നമുക്ക് ഒരു 10-30 ദിവസം മാത്രമേ പഠിക്കാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ പെട്ടെന്ന് നമുക്ക് ഒന്ന് റിവിഷൻ കൂടെ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും. അതല്ലാതെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ വേണ്ടി ആരും ഇരിക്കരുത്. അപ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് ടൈം കിട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പം വീഡിയോസ് എല്ലാം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എന്തെങ്കിലും സജഷൻസോ കമന്റ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, കറക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. First question, the nurse reviews the arterial blood gas results of a client and notes the following: pH 7.45, PCO2 30 mmHg, bicarbonate 20 ml equivalent per liter. The nurse analyzes these results as indicating which condition. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഫുൾ ഡീൽ ചെയ്യുന്നത് ആസിഡ് ബേസ് ഇംബാലൻസിനെ കുറിച്ചാണ്. നമുക്ക് ആ ഒരു വാല്യൂസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിരിക്കും, നമ്മൾ അതിന്റെ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സെൻട്രൽ ലെവൽ എക്സാംസിനായാലും സ്റ്റേറ്റ് ലെവൽ എക്സാംസിനും മിനിമം 1-2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് ABG അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ABG നോക്കിയിട്ട് നോക്കാം. ഈ 7.345 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോർമൽ അല്ലെ. 7.45 ഇറ്റ്സ് നോർമൽ pH ഓഫ് ബ്ലഡ് ആണ്. 7.35 to 7.45 ആണ് നോർമൽ pH ബ്ലഡ് എന്ന് പറയുന്നത്. ഇനി PCO2 എന്ന് പറയുമ്പോൾ ഇവിടെ PCO2 കുറവാണ് അല്ലെ. PCO2 കുറഞ്ഞു എന്ന് പറയും, നോർമൽ ലെവലുകൾ കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതറിയാം അത് ആൽക്കലോസിസ് ആണെന്നുള്ളത് മനസ്സിലാക്കി. പക്ഷേ ഇവിടെ 4 ഓപ്ഷൻ നോക്കുമ്പോൾ കോമ്പൻസേറ്റഡും അൺകോമ്പൻസേറ്റഡും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നോർമൽ ലെവൽ ആയതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇറ്റ് ഈസ് കോമ്പൻസേറ്റഡ് നോർമലിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 എന്നുള്ളത് പറയാൻ പറ്റും. ഇനി നമ്മൾ ബൈകാർബണേറ്റ് നോക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവും. അവിടെ എന്താണ്, അവിടെ മെറ്റബോളിക് കോമ്പൻസേഷൻ ആണ് അവിടെ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ റീനൽ കോമ്പൻസേഷൻ ആണ് അവിടെ നടന്നിരിക്കുന്നത്. ബൈകാർബണേറ്റ് നമ്മൾ കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ബൈകാർബണേറ്റ് അവിടെ നോർമലിൽ നിന്ന ബൈകാർബണേറ്റ് കുറച്ച് കൊണ്ടുവന്നാണ് നമ്മുടെ pH കുറഞ്ഞു നിന്ന pH കൂട്ടി 7.45 എത്തിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? കൂടി നിന്ന pH കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ആൽക്കലോസിസ്, അതായത് റെസ്പിറേറ്ററി ആൽക്കലോസിസിൽ നിന്നു ആ PCO2 കുറഞ്ഞ റെസ്പിറേറ്ററി ആൽക്കലോസിസിൽ നിന്നത് നമ്മുടെ ബൈകാർബണേറ്റ് കുറച്ച് അല്ലെങ്കിൽ റീനൽ കോമ്പൻസേഷനിലൂടെ നോർമൽ pH എത്തിച്ചേർത്തു. സോ റെസ്പിറേറ്ററി ആൽക്കലോസിസ് കോമ്പൻസേറ്റഡ്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ആസിഡ് ബേസ് ഇംബാലൻസ്, നമ്മുടെ ABG അനാലിസിസ് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു 2 ചാർട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാനൊന്ന് ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ആസിഡ് ബേസ് ഇംബാലൻസിനെ കുറിച്ച് ഇടാം. താല്പര്യമുള്ളവർ, വേണമെന്നുള്ളവർ മാത്രം കമന്റ് ചെയ്താൽ മതി. അപ്പോൾ വേണമെങ്കിൽ അതൊരു ചെറിയ വീഡിയോ, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഒരു ആസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ, അല്ലെങ്കിൽ അത് റീനൽ കോമ്പൻസേഷൻ നടന്നോ അല്ലെങ്കിൽ അൺകോമ്പൻസേറ്റഡ് ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞുതരാം. അതല്ല ഒരുവിധം ക്ലിയർ ആയിട്ട് വായിച്ച് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് പറ്റുമോ എന്ന് നോക്കുക. വേണമെന്നുള്ളൊരു കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ അതിന് സ്ഥാനം ഈ ഒരു ചാർട്ട് വഴി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. pH കുറയുമ്പോൾ അസിഡോസിസും pH കൂടുമ്പോൾ ആൽക്കലോസിസും പിന്നെ റെസ്പിറേറ്ററിയും മെറ്റബോളിക്കും ആയിരിക്കുമ്പോൾ ഡിഫറൻസ് എന്താണെന്നുള്ളത്, അതിന്റെ കോമൺ കോസസ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോസസ് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, the normal pH is, അപ്പോൾ അതിന്റെ റാഷണൽ ആണ്. നോർമൽ pH എന്ന് 7.45 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. pH നോർമലിൽ നിൽക്കുന്നു, PCO2 കുറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ അവിടെ എന്താണ്, നോർമൽ pH ആക്കിയിരിക്കുന്നത് കൊണ്ട് കോമ്പൻസേറ്റഡ് ആയിട്ടുള്ള PCO2, കോമ്പൻസേറ്റഡ് ആയിട്ടുള്ള pHഉം കുറഞ്ഞ PCO2 വരികയും ഒപ്പം ബൈകാർബണേറ്റ് കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം റെസ്പിറേറ്ററി ആൽക്കലോസിസ് കോമ്പൻസേറ്റഡ് ആണ് എന്നുള്ളത്. ഓക്കെ,
Next question, the nurse is caring for a client with a nasogastric tube and it is connected with the low suction. Nasogastric tube suction ചെയ്യുന്ന ഒരു low suctionൽ എപ്പോഴും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ്ലി അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് അവിടെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, സക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ അസിഡിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് അവിടെ കോസസ് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, നോസിയ, വോമിറ്റിംഗ് അല്ലെങ്കിൽ നാസോഗാസ്ട്രിക് ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ അവിടെ മെറ്റബോളിക് ആൽക്കലോസിന്റെ കാരണങ്ങളാണ്. അതായത് നമ്മുടെ നോർമൽ സ്റ്റൊമക്കിനകത്തുള്ള ആസിഡ്സ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അതിന്റെ അർത്ഥം അത് എന്തിന് കാരണമായി, ഇറ്റ്സ് റിസ്ക് ഫോർ മെറ്റബോളിക് ആൽക്കലോസിസ്. കറക്റ്റ് ഓപ്ഷൻ റാഷണലിലൂടെ കൊടുത്തിട്ടുണ്ട്. മറ്റേതൊക്കെ കാരണങ്ങൾ കൊണ്ടും നമ്മുടെ മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാകാം എന്നുള്ളതും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. കറക്റ്റ് ഓപ്ഷൻ 2 ആണ്. Next, a client with a 3-day history of nausea and vomiting. Same nausea, vomiting, 3 ദിവസമായിട്ട് nausea, vomiting ആണ്. അപ്പോൾ നമുക്ക് പേഷ്യന്റിന് അവിടെ എന്താണ് ആൽക്കലോസിസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ തന്നെ നമുക്ക് അവിടെ നോക്കാൻ പറ്റും. എന്നിട്ട് പേഷ്യന്റിന് ഹൈപ്പോ വെന്റിലേറ്റിംഗ് ആണ്, അപ്പോൾ ടാക്കിക്കാർഡിയയും കാണുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ nausea, vomiting 3 ദിവസമായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് എന്താ പറയാ, അവിടെ pH വളരെയധികം കൂടിയിട്ടുണ്ടാകും, മെറ്റബോളിക് ആൽക്കലോസിസ് സംഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇൻക്രീസ്ഡ് പിഎച്ചും ഒപ്പം ഇൻക്രീസ്ഡ് ബൈകാർബണേറ്റ് ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. കറക്റ്റ് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, ദ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് ഹാവിംഗ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. അതായത് ഹൈപ്പോ വെന്റിലേറ്റിംഗ് പേഷ്യന്റ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. ഓക്കെ, ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആണ്. ആൻഡ് ABG വാല്യൂസ് ആർ pH 7.53 ആണ്. സോ അവിടെ എന്താണ്, നമ്മുടെ pH വാല്യൂ വന്നിട്ട് വളരെ കൂടുതലാണ്. അപ്പൊ അവിടെ ആൽക്കലോസിസ് ആണ്. ഓക്കെ, ആൽക്കലോസിസ് ആണ്, pH വാല്യൂ കൂടിയിരിക്കുകയാണ്. PaO2 എന്നാണ്, അതായത് നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 72 mmHg ആണ്. PCO2 എന്ന് പറയുന്നത് 32 mmHg ആണ്. ബൈകാർബണേറ്റ് 20 milli equivalent per liter ആണ്. And which conclusion about the patient should the nurse make? എന്തായിരിക്കും ഇതിൽ നിന്ന് പേഷ്യന്റ് കൺക്ലൂഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. So in the client has acidotic blood? No, acidotic അല്ല, കാരണം ഇത് ആൽക്കലോട്ടിക് ആണ് അല്ലെ, ആൽക്കലൈൻ ആണ് അവിടെ കൂടുതൽ, ആൽക്കലൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. 7.53 ആണ്, pH കൂടുതലാണ്. ആൻഡ് ഓവർ റിയാക്ടിങ് ആണോ, പേഷ്യന്റ് ഓവർ റിയാക്ടിങ് ആണോ, ഫ്ലൂയിഡ് വോളിയം ഓവർലോഡ് ആണോ, അതോ ഹൈപ്പർ വെന്റിലേറ്റിംഗ് ആണോ? ഹൈപ്പർ വെന്റിലേറ്റിംഗ് ആണെങ്കിൽ PCO2 അവിടെ കുറയണം. PCO2 കുറഞ്ഞിരിക്കുകയാണോ ചെയ്യുന്നത്? അതെ, PCO2 കുറഞ്ഞിരിക്കുക, നോർമൽ നിന്നും PCO2 കുറഞ്ഞിരിക്കുകയാണ്. സോ കറക്റ്റ് ഓപ്ഷൻ, പേഷ്യന്റ് ഈസ് ഹൈപ്പർ വെന്റിലേറ്റിംഗ്. പേഷ്യന്റ് അധികം ബ്രീത്തിങ് റേറ്റ് കൂടി വരികയാണ്. പേഷ്യന്റ് ആൻസൈറ്റി കാരണം പേഷ്യന്റ് ബ്രീത്തിങ് റേറ്റ് കൂടുന്നു, അധികമായിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പേഷ്യന്റ് അങ്ങനെ ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുന്നു. ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ്, this nurse is caring for a client with diabetic ketoacidosis. Okay, diabetic ketoacidosis ആണ്. അപ്പൊ തന്നെ നമുക്ക് diabetic ketoacidosis എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മെറ്റബോളിക് അസിഡോസിസ് ആയിരിക്കും. ആൻഡ് ഡോക്യുമെന്റ്സ് ദാറ്റ് ദ പേഷ്യന്റ് ഈസ് എക്സ്പീരിയൻസിങ് സ്മോൾ റെസ്പിറേഷൻ. ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഉള്ള പേഷ്യന്റിന് ലേബേർഡ് ബ്രീത്തിങ് ആയിരിക്കും, സ്മോൾ റെസ്പിറേഷൻസ് കാണും. വിച്ച് പാറ്റേൺ ഡിഡ് ദ നഴ്സ് ഒബ്സർവ്? സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ. എന്തൊക്കെ വാല്യൂ ഇതിൽ താഴെ പറയുന്ന ഓപ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പേഷ്യന്റിന് ഉണ്ടാവുക? സ്മോൾ റെസ്പിറേഷൻ ആണ്, ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഉള്ള പേഷ്യന്റ് സ്മോൾ റെസ്പിറേഷൻ ആണെങ്കിൽ അതിൽ എന്തൊക്കെ വാല്യൂ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കും അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെയായിരിക്കും? റെസ്പിറേഷൻസ് ദാറ്റ് ആർ ഷാലോ. ഷാലോ ആയിരിക്കുമോ? അല്ല, കാരണം പേഷ്യന്റ് ലാബേർഡ് ബ്രീത്തിങ് ആണ്. അതായത് ഭയങ്കര ബുദ്ധിമുട്ട് എടുത്ത് പേഷ്യന്റ് ഹൈപ്പർ വെന്റിലേറ്റിംഗ് ആയിരിക്കും. റെസ്പിറേഷൻസ് ആർ ഇൻക്രീസ്ഡ് ഇൻ റേറ്റ് ആയിരിക്കും. യെസ്, പേഷ്യന്റ് ബ്രീത്തിങ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. റെസ്പിറേഷൻസ് ദാറ്റ് ആർ അബ്നോർമലി സ്ലോ ആയിരിക്കുമോ? അല്ല, സ്ലോ അല്ല, ഷാലോ അല്ല, അബ്നോർമലി ഡീപ്പായിരിക്കും. ഡീപ്പായിട്ടുള്ള ഇൻക്രീസ്ഡ് ബ്രീത്തിങ് ആയിരിക്കും. സ്മോൾ റെസ്പിറേഷൻ എന്ന് പറയുമ്പോഴേ അങ്ങനെയാണ്. അബ്നോർമൽ ഇറഗുലർ ഡെപ്ത് ഉള്ള, ഇറഗുലർ ഡീപ്പായിട്ടുള്ള ലേബേർഡ് ബ്രീത്തിങ്ങിനാണ് സ്മോൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ റെസ്പിറേഷൻ ദാറ്റ് ആർ അബ്നോർമൽ ഡീപ്പായിരിക്കും. പിന്നെ
അതിനിടയ്ക്ക് ഒരു പോസ് അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു സീസ് ബ്രീത്തിങ് ഇല്ലാത്തൊരു സെക്കൻഡ് ഉണ്ടാകുമോ? ഇല്ല. അത് ഈ ഒരു സ്മോൾ റെസ്പിറേഷനിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ അല്ല. അബ്നോർമൽ ബ്രീത്തിങ് നമ്മൾ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള ബ്രീത്തിങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് തിയറിയിൽ നമുക്ക് വൈറ്റൽ സയൻസ് പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻസ് 2 ഉം 4 ഉമാണ്. പേഷ്യന്റിന് ഡീപ്പ് അബ്നോർമലി ഡീപ്പും ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ബ്രീത്തിങ് ആയിരിക്കും പേഷ്യന്റിന് ഉള്ളത്. കറക്റ്റ് ഓപ്ഷൻസ് 2 and 4. Abnormally deep and increased in rate. അതാണ് സ്മോൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. Next, a client who is found unresponsive has arterial blood gases drawn and result indicates pH is 7.12, that is acidosis. PCO2 is 90 is respiratory acidosis and bicarbonate is 22. So it is respiratory acidosis. Respiratory acidosis ആണെന്ന് നമുക്ക് അപ്പൊ തന്നെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. വിത്തൗട്ട് കോമ്പൻസേഷൻ ആണോ വിത്ത് കോമ്പൻസേഷൻ ആണോ? കോമ്പൻസേഷൻ ആയെങ്കിൽ pH നോർമലിൽ എത്തണം. ഇവിടെ pH നോർമൽ അല്ല. സോ ഇറ്റ് ഈസ് വിത്തൗട്ട് കോമ്പൻസേഷൻ. റെസ്പിറേറ്ററി acidosis without compensation. Correct option 4 ആണ്. The nurse notes that client's arterial blood gas result reveal pH of 7.450, that is alkalosis. Alkalosis അവിടെ alkalinity ആണ് കൂടിയിട്ടുള്ളത്. PCO2 is 30 mmHg. The nurse monitors the client for which clinical manifestation associated with the ABG result. അതായത് എന്താണ്? റെസ്പിറേറ്ററി alkalosis ആണ്. PCO2 കുറഞ്ഞിരിക്കുന്നു, നമ്മുടെ ആൽക്കലിനിറ്റിയും ഉണ്ടായിരിക്കുന്നെങ്കിൽ ഇതിന്റെ പേഷ്യന്റ് ഉണ്ടാകുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഏതൊക്കെ ആയിരിക്കും? നോസിയ ഉണ്ടാകുമോ? കൺഫ്യൂഷൻ ഉണ്ടാകുമോ? ബ്രേഡിപിനിയ ഉണ്ടാകുമോ? ടാക്കിക്കാർഡിയ ഉണ്ടാകുമോ? ഹൈപ്പർ കലീമിയ ഉണ്ടാകുമോ? ലൈറ്റ് ഹെഡഡ്നെസ് ആയിരിക്കുമോ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയൂ. നോസിയ. ആൽക്കലിനിറ്റി ഉണ്ടെങ്കിൽ നോസിയ ഉണ്ടായിരിക്കാം, കൺഫ്യൂഷൻ ഉണ്ടാകാം, ഉറപ്പായിട്ടും അവിടെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ട്, കാരണം അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാം. പിന്നെ പേഷ്യന്റിന് ബ്രാഡിപിനിയ ഉണ്ടാവില്ല, എന്നാൽ ടാക്കിക്കാർഡിയ ഉണ്ടാകും. പിന്നെ എന്തുണ്ടാകും? ലൈറ്റ് ഹെഡഡ്നെസ്സും ഉണ്ടാകും. These are the signs and symptoms expected in this patient. Respiratory alkalosis is defined as the deficit or carbonic acid or a decrease in hydrogen ion concentration that results from the accumulation of base or from a loss of acid without comparable loss of base in body fluids. അതായത് അവിടെ ബൈകാർബണേറ്റ് ലെവൽ കൂടുകയാണ് അല്ലെങ്കിൽ അസിഡിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ടായത്. അവിടെ ഉണ്ടാകുന്ന കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് എന്തൊക്കെ? ലെത്താർജി, ലൈറ്റ് ഹെഡഡ്നെസ്, കൺഫ്യൂഷൻ, ടാക്കിക്കാർഡിയ, ഡിസ്അരിത്മിയാസ്, ഹൈപ്പോ കലീമിയ ഉണ്ടാകാം, നോസിയ, വോമിറ്റിംഗ് ഉണ്ടാകാം, എപ്പിഗാസ്ട്രിക് പെയിൻ ഉണ്ടാകാം, നംനെസ് ഉണ്ടാകാം, ടിംഗ്ലിംഗ് ഓഫ് എക്സ്ട്രിമിറ്റീസ്, ഇതൊക്കെ ഉണ്ടാകും. ഓക്കെ, അതുപോലെ ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാകുന്നു. ഹൈപ്പർ വെന്റിലേഷൻ ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഡിപിനിയ ഉണ്ടാകില്ല, ഹൈപ്പർ കലീമിയയും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് 2 ഓപ്ഷൻ അവിടെ വരാത്തത്. ബാക്കിയുള്ള 1, 2, 4, 6 ഒക്കെയാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസിൽ പേഷ്യന്റിന് ഉണ്ടാകുന്ന സൈൻസ്. The nurse reviews the blood gas result of a client with the atelectasis, collapse of the lung. The nurse analyzes the results and determines that the client is experiencing respiratory acidosis. Patient respiratory acidosis ആണെന്നുള്ളത് മനസ്സിലായി. എന്നാൽ താഴെ പറയുന്നത് ഏതൊക്കെ വാല്യൂസ്? നമുക്ക് ആദ്യം pH തന്നെ നോക്കാം. ഇതിൽ ഏത് അസിഡോസിസ് ഉള്ള പേഷ്യന്റിന് വരാൻ ചാൻസ് ഉള്ളത്? ഇതിൽ ആകെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് അസിഡോസിസ് ഉള്ളത്, അല്ലെ? pH 7.25 ആണ്. ബാക്കി എല്ലാം തന്നെ നോർമലും അല്ലെങ്കിൽ ആൽക്കലോസിസിൻ്റെതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നുള്ളത്. പിന്നെ നമുക്ക് PCOD, റെസ്പിറേറ്ററി അസിഡോസിസ് ആയതുകൊണ്ട് PCOD നോക്കാം. PCOD is higher than normal. So correct option 1. Okay, correct option 1. It's a simple question. Sorry, next question answer ആണ് ഞാൻ തൊട്ട് മുന്നേ കാണിച്ചത്, ഞാൻ കാണിക്കാൻ സാരില്ല. The nurse is caring for a client with several broken ribs. Ribs broken ആയതാണ്, ribs injury ആണ്. The client is most likely to experience what type of acid base imbalance? അതായത് ribs injury ഉള്ള പേഷ്യന്റിന് ഏത് തരത്തിലുള്ള ആസിഡ് ബേസ് ഇംബാലൻസ് ആയിരിക്കും അവിടെ ഉണ്ടാകുക? ഏതായിരിക്കും അവിടെ ഉണ്ടാകുക?
റെസ്പിറേറ്ററി അസിഡോസിസ് ഫ്രം ഇൻഎഡിക്വേറ്റ് വെന്റിലേഷൻ ആണോ, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഫ്രം ആൻസൈറ്റി ആൻഡ് ഹൈപ്പർ വെന്റിലേഷൻ ആയിരിക്കുമോ, റെസ്പിറേറ്ററി അസിഡോസിസ് ഫ്രം കാൽസ്യം ലോസ് ഡ്യൂ ടു ബ്രോക്കൺ ബോൺസ് ആണോ, മെറ്റബോളിക് ആൽക്കലോസിസ് ഫ്രം ടേക്കിംഗ് അനാൽജസിക്സ് കണ്ടെയ്നിങ് വേസ്റ്റ് പ്രോഡക്ട്സ് ആണോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ 2 ആണ്, റെസ്പിറേറ്ററി alkalosis from anxiety and hyperventilation. Okay, respiratory alkalosis is defined as the deficit of carbonic acid or decrease in hydrogen ion concentration that results in accumulation of base or loss of acid without comparable loss. Okay, അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹൈഡ്രജൻ അയോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ബേസ് അധികമായിട്ട് അക്യുമുലേറ്റ് ചെയ്യുകയോ ആസിഡിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പേഷ്യന്റ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ് ഉണ്ടാവുക. സോറി, ഇതിന്റെ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ റെസ്പിറേറ്ററി അസിഡോസിസ് ഫ്രം ഇൻഎഡിക്വേറ്റ് വെന്റിലേഷൻ ആണ്. ഞാൻ പറഞ്ഞതിലുള്ള പ്രശ്നമാണ്. സോറി, രണ്ടാമത്തെ ഓപ്ഷൻ അല്ല, ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. കാരണം ഹൈപ്പർ വെന്റിലേഷൻ അല്ല അവിടെ ഉണ്ടാകുന്നത്, ഇൻഎഡിക്വേറ്റ് വെന്റിലേഷൻ ആണ്. റിബ്സ് ഇഞ്ചുറി ആണല്ലോ, അപ്പൊ പേഷ്യന്റിന് അവിടെ ഇൻഎഡിക്വേറ്റ് വെന്റിലേഷൻ ആണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ റെസ്പിറേറ്ററി അസിഡോസിസ് ഫ്രം ഇൻഎഡിക്വേറ്റ് വെന്റിലേഷൻ ആണ് കറക്റ്റ് ആൻസർ. റെസ്പിറേറ്ററി അസിഡോസിസ് ഈസ് മോസ്റ്റ് കോമൺ കോസ്ഡ് ബൈ ഹൈപ്പോ വെന്റിലേഷൻ. ഹൈപ്പോ വെന്റിലേഷൻ കാരണം റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് അവിടെ ഉണ്ടാകുക. കാരണം ബ്രോക്കൺ റിബ്സ് കാരണം ബ്രീത്തിങ് അഡിക്വേറ്റ് ആയിട്ട് നടക്കാതെ റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് അവിടെ ഉണ്ടാകുക. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ 1. സോറി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കമന്റ്സോ സജഷൻസോ കറക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും വീഡിയോസിന്റെ ഏതെങ്കിലും ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.